പുട്ട് വെച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകണം. ഇതിനകത്ത് വെക്കും. ഒരു 5 minutes വയ്ക്കുക. എനിക്ക് സുഖമല്ലേ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പുട്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഇടുന്നത് കുറച്ച് തേങ്ങ. അത്രയും മതി. പിന്നെ ഇത്ര ഒരു പുട്ടുപൊടി. ചാടിപ്പോലെ നിലത്തുപോലെ എടുത്തു വെച്ചു. കുറച്ചുകൂടെ കോക്കനട്ട്. കോക്കനട്ട് തീരാറായി. മതി 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 മതി. പൊടി ഇനി ബാക്കി പൊടി. ബാക്കി പൊടി ഇട്ട് കൊറേ ഇട്ടു. ഫുള്ളാക്കണം അല്ലേ? നമ്മൾ ഫുൾ ആക്കണം. എനിക്ക് തോന്നില്ല. കല കോക്കിനെടുത്ത് തോത്തായി കഴിക്കാം. അത് ഇളക്കണ്ട. എന്നിട്ടാ അതിനകത്ത് ഇത് ക്ലോസ് ചെയ്യുക. ഇങ്ങനെ ഫുള്ളായില്ല. സാരില്ല. ക്ലോസ് ചെയ്ത് ഇനി നമ്മൾ ഇതിനകത്ത് വെക്കും. ഒരു 5 minutes വയ്ക്കുക. അപ്പൊ പുട്ട് റെഡിയാവൂലേ? പുട്ട് കാണിച്ചോണ്ട് പുട്ട് കുറച്ച് കഴിയുമ്പോൾ അത് റെഡിയാവും. അത് കഴിക്കുമ്പോൾ നമ്മൾ പറയൂ. ഞാൻ പാല കണ്ടില്ലാത്ത പോയ സൗണ്ട് കേട്ടു. ഞാൻ പാല കണ്ടത് അപ്പത്തേക്ക് നോക്കി ചിരിച്ച്. എന്താ പറ്റിയ? പാലിനെന്താ പറ്റിയ? പാല് കൊറേ പൊങ്ങി എന്റെ മോളിക്ക് സയ്യാവത്തില്ലേ. പുട്ട് വെച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകണം. എന്നിട്ട് വെള്ളം കളഞ്ഞ് കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടെ വെച്ച് കണ്ടോ, ഇത് ആവി വരുന്നത്. അപ്പം ഇത് നമ്മൾ ഓഫ് ആക്കുമല്ലേ? അതല്ല മറ്റത്. കൈവളല്ലേ? ഒരു പാത്രം എടുക്കുക. ഒരു പാത്രം അമ്മ ഇപ്പൊ ചേച്ചിട്ട് ഞാൻ ഇപ്പം കൂട്ടാൻ പോവാ. ഇതാണ് നമ്മളുടെ പുട്ട്. ഇപ്പൊ നമ്മളുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പുട്ട്. നമ്മൾ ഇപ്പം പഴം കുഴിച്ച് കഴിച്ചോണ്ട് ഞങ്ങൾ സംസാരിക്കാം. ബൈ. ഇപ്പൊ നമ്മളുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്.
നമ്മളിപ്പോ ഒരു പഴം എടുത്ത് അത് കുഴയ്ക്കുക. അമ്മയ്ക്ക് കുഴയ്ക്കാൻ അറിയില്ല. അമ്മ കഴിച്ചു തരാം കേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മള് പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ചായയും എന്റെ ചായയുടെ അമ്മേന്റെ ചായയുടെ. ആ ചായ ആണോ പാലാണോ? ആ ഓക്കെ. ഇത് എന്റെ പാല, അമ്മേന്റെ പാല്, അമ്മേന്റെ പുട്ട്, എന്റെ പുട്ട്, എന്റെ പഴം, അമ്മേന്റെ പഴം. ആ പുട്ട് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. ഇല്ല നിങ്ങൾക്ക് പുട്ട് കഴിക്കാൻ കൊടി കൊടി കൊടി. എന്നാലേ സ്ട്രോ മസിൽ വരും. നിങ്ങൾക്ക് ഫാസ്റ്റ് റൺ ചെയ്യാം, പിന്നെ ഫാസ്റ്റ് സൈക്കിൾ ഓടിക്കാം. ഞാൻ പുത്താക്കി പോവാണ്. താത്ത അമ്മയ്ക്ക് കഴിച്ച് അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണേ.